ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ളതാണെന്ന് ജനങ്ങളാകെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കാരണം നമ്മുടെ രാഷ്ട്രം വലിയ തോതിലുള്ള അപകടഘട്ടത്തിലാണ് നിൽക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ പ്രത്യേകതകൾ നിരവധിയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നാം ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ് എന്നത്. ഈ മതനിരപേക്ഷത ഇന്ന് ഏറ്റവും വലിയ അപകടത്തിലാണ് പെട്ടിട്ടുള്ളത്. ഇതിനിടയാക്കിയത് മതനിരപേക്ഷത അംഗീകരിക്കുന്ന കാലത്ത് തന്നെ ഇന്ത്യക്ക് മതനിരപേക്ഷതയല്ല വേണ്ടത്, മതാധിഷ്ഠിത രാഷ്ട്രമാകണം എന്ന അഭിപ്രായക്കാരുണ്ടായിരുന്നു. ആ അഭിപ്രായത്തിൻ്റെ വക്താക്കളായിരുന്നു RSS. സംഘപരിവാർ അതിനുവേണ്ടിയാണ് പ്രവർത്തിച്ചു വന്നത്. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഈ പ്രശ്നം വിശദമായി ചർച്ച ചെയ്തു. അനേകം ദേശീയ നേതാക്കൾ ആ ചർച്ചയിൽ പങ്കെടുത്തു. അങ്ങനെയാണ് നാം ഒരു മതനിരപേക്ഷ രാഷ്ട്രമാകണം എന്ന് തീരുമാനിച്ചത്. ഇന്ത്യൻ ഭരണഘടനയാണ് രാജ്യത്തിന് ആ ഉറപ്പ് നൽകിയത്. ഭരണഘടന അംഗീകരിച്ച് 4 ദിവസം കഴിയുന്നതിന് മുൻപ് RSSൻ്റെ പ്രതികരണം അതിനെതിരെ വന്നു. RSSൻ്റെ മുഖ്യ പ്രസിദ്ധീകരണമാണ് ഓർഗനൈസർ. അവരുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ്. ആ ഓർഗനൈസറിൽ ഒരു മുഖലേഖനം വന്നു. അതിൽ ഓർഗനൈസർ പറഞ്ഞത് ഈ ഭരണഘടനയ്ക്കെതിരായിട്ടായിരുന്നു. അവർ കണ്ട ഏറ്റവും വലിയ കുറവ് മനുവിൻ്റെ നിയമങ്ങൾ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചില്ല എന്തായിരുന്നു. മനുവിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കാൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പണ്ഡിതന്മാർക്ക് കഴിഞ്ഞില്ല എന്നുവരെ അവർ കുറ്റപ്പെടുത്തി. അതോടൊപ്പം സവർക്കർ പറഞ്ഞു, മനുവിൻ്റെ നിയമങ്ങളാണ് ഹിന്ദുവിൻ്റെ നിയമം. ഭരണഘടന മനുസ്മൃതി ഉൾക്കൊള്ളുന്നില്ല. ഇവിടെ നാം കാണേണ്ടത് നമ്മുടെ ഭരണഘടനയെ അംഗീകരിച്ച നാൾ മുതൽ തന്നെ അതിനെതിരെ RSS പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരതൊന്നും മറച്ചു വച്ചിട്ടില്ല. അതാണിപ്പോൾ ഒരു പ്രത്യേക പരുവത്തിലെത്തി നിൽക്കുന്നത്. കാലചക്രം മാറി. രാജ്യത്തിന് വലിയ മാറ്റങ്ങൾ വന്നു. രാജ്യത്തിൻ്റെ ഭരണാധികാരം RSS നിയന്ത്രിക്കുന്ന BJPയുടെ കൈകളിലേക്കെത്തി. കേന്ദ്ര സർക്കാർ നിർവഹിക്കുന്നത് RSSൻ്റെ അജണ്ടയാണ്. RSSൻ്റെ അജണ്ട നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാരിന് താല്പര്യം.
അതിൻ്റെ ഭാഗമായി മതനിരപേക്ഷതയ്ക്ക് പോറലുണ്ടാക്കുന്ന ഒട്ടേറെ കാര്യങ്ങളാണ് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാറ്റിൻ്റെയും വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. പക്ഷേ മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാന ഘടകം നമ്മുടെ രാജ്യത്ത് ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കുന്നതെങ്കിൽ അതുമാകാം. എല്ലാവർക്കും തുല്യ പരിഗണനയാണ്. ഇവിടെ ഭരണഘടന ഉറപ്പു നൽകുന്നത് നിയമത്തിന് മുന്നിൽ തുല്യതയും പരിരക്ഷയുമാണ്. ആർക്ക്? ഇന്ത്യൻ പൗരർക്കല്ല. അവിടെ ഭരണഘടന ഉപയോഗിച്ച വാക്ക് ഇന്ത്യയിൽ ജീവിക്കുന്ന വ്യക്തികളെന്നാണ്. അപ്പോൾ പൗരരാകാം, പൗരരല്ലാത്തവരാകാം. ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും പരിരക്ഷയുമാണ് ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുള്ളത്. അതിൽ ഒരു തരത്തിലുള്ള വിവേചനവുമില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തോട് പ്രീണനമില്ല. ഇതെല്ലാം ഭരണഘടന അംഗീകരിച്ച കാര്യങ്ങളാണ്. ഇവിടെയാണ് ഇതെല്ലാം കാറ്റിൽ പറത്തി രാജ്യത്തിൻ്റെ പൗരത്വത്തിൻ്റെ അടിസ്ഥാനം തന്നെ മതമാണ് എന്ന് തീരുമാനിക്കുന്ന നിലയിൽ ഈ കാര്യങ്ങൾ എത്തിയത്. ലോകത്ത് ഒരു പരിഷ്കൃത രാഷ്ട്രവും രാജ്യത്തിൻ്റെ പൗരത്വം മതാടിസ്ഥാനത്തിലാണ് എന്ന് കണക്കാക്കുന്നില്ല. അഭയാർത്ഥികൾ ഒരു രാജ്യത്തിനകത്തേക്ക് വന്നാൽ ആ അഭയാർത്ഥികളെ വിവേചനത്തോടെ ഒരു രാജ്യവും കാണുന്നില്ല. എല്ലാവർക്കും തുല്യ പരിഗണനയാണ്. മതപരമായ വിവേചനമില്ല. ഇതാണ് ആധുനിക ലോകം. അതുകൊണ്ടാണ് പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ ഇന്ത്യയുടെ സുഹൃത്ത് രാഷ്ട്രങ്ങളടക്കം അതിനെ തള്ളിപ്പറഞ്ഞത്. നമ്മുടെ രാജ്യത്തെ അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയാക്കി മാറ്റിയതാണ് BJP ഗവൺമെൻറ്. പക്ഷേ ഇതിനെ അമേരിക്ക തള്ളിപ്പറഞ്ഞു. ഐക്യരാഷ്ട്രസഭ പോലുള്ള ലോക സംഘടനകൾ ഇത് തള്ളിപ്പറഞ്ഞു. അനേകം ലോകരാഷ്ട്രങ്ങൾ ഇതിനെതിരെ അണിനിരന്നു. ചുരുക്കത്തിൽ നമ്മുടെ രാജ്യം ലോകരംഗത്ത് ഒറ്റപ്പെട്ടു. ഇതിനെതിരെ ശക്തമായ നിലപാടാണ് കേരളം സ്വീകരിച്ചത്. ഇവിടെ ഈ നിയമം നടപ്പാക്കില്ല എന്നാദ്യം പറഞ്ഞത് നമ്മുടെ കേരളമാണ്. അതിനിടയാക്കിയത് ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഇടമാണിത്. ആ നാട്ടിൽ ഇത്തരമൊരു വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായി കൊണ്ടുവന്ന നിയമം നടപ്പാക്കില്ല എന്ന് തന്നെ പ്രഖ്യാപിക്കുന്ന നിലയാണുണ്ടായത്. ഇതിൽ അവിടെ നിർത്തിയില്ല. നിയമസഭ ഏകണ്ഠമായ ഒരു പ്രമേയം അംഗീകരിച്ചു. നമ്മുടെ
രാജ്യത്തെ പരമോന്നത കോടതി സുപ്രീം കോടതി മുൻപാകെ സൂട്ട് ഫയൽ ചെയ്തു. ഇതെല്ലാം കേരളം ചെയ്തപ്പോൾ ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ എല്ലാം കൂടെ നിന്ന കോൺഗ്രസ് ഇതിൽ നിന്ന് പിന്നോട്ട് പോയി. അവർ ഇവിടെ നിയമസഭ പ്രമേയം പാസ്സാക്കിയത് കൊണ്ട് രാജ്യം പാസ്സാക്കിയ നിയമം ഇല്ലാതാകുമെന്നാണ് ചോദിച്ചത്. യഥാർത്ഥത്തിൽ ചരിത്ര നിഷേധമാണ് ആ പ്രസ്താവന. എത്രയോ സംഭവങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമായി നമ്മുടെ മനസ്സിൽ വരും. അതെല്ലാം നിഷേധിക്കുന്ന നിലയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ അന്ന് സ്വീകരിച്ചത്. പക്ഷേ ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ നീക്കത്തിൽ കേരളമാകെ ഒന്നിച്ചാണ് നിന്നത്. അതിൽ പ്രതിപക്ഷവും ഉണ്ടായിരുന്നു, കോൺഗ്രസും ഉണ്ടായിരുന്നു. നമ്മളെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവുണ്ടായി, എല്ലാ കക്ഷി നേതാക്കളും ഉണ്ടായി, നാടിൻ്റെ എല്ലാ വിഭാഗങ്ങളും ഉണ്ടായി. സർവകക്ഷി യോഗം ചേർന്നു, ഈ നിയമത്തെ തള്ളിപ്പറഞ്ഞു. അതിലും കോൺഗ്രസും പ്രതിപക്ഷവും ഉണ്ടായി. നിയമസഭ വിളിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ്സുകാരും എല്ലാം അതിലുണ്ട്. പ്രമേയം ഏകണ്ഠമായി അംഗീകരിച്ചു. ഇതെല്ലാം ഒന്നിച്ചാണ് ചെയ്തത്. പിന്നെ എന്താണ് അതിനെ തള്ളിപ്പറയാനിടയായത്? തള്ളിപ്പറയാനിടയായത് രാജ്യത്തെ കോൺഗ്രസ് നേതൃത്വം നിങ്ങൾ ഈ നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകാം. അത് കേവലം ഒരു അനുമാനം മാത്രമാണ്. പക്ഷേ അതല്ല എന്ന് ഇതേവരെ പറഞ്ഞിട്ടില്ല. കാരണം ഇതുവരെ ആർക്കും വ്യക്തമാക്കാനും കഴിഞ്ഞിട്ടില്ല. യോജിച്ച പ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുത്തത് സർക്കാരാണ്. സർക്കാരിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും അപാകത സംഭവിച്ചു, യോജിപ്പിന് നിരക്കാത്ത പ്രവർത്തനങ്ങളുണ്ടായി, അതുകൊണ്ട് ഞങ്ങൾ ഇനി അങ്ങോട്ട് യോജിച്ച പരിപാടിക്കില്ല എന്നും പറഞ്ഞിട്ടില്ല, ഇതേവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു പാർട്ടി എന്ന നിലക്ക് അവരുടെ അഖിലേന്ത്യാ നേതൃത്വത്തിന് ഇടപെടൽ വന്നതിൻ്റെ ഭാഗമായിട്ടാകാം ഈ ഒരു നിലയെടുത്തത്. ഇപ്പോൾ ചട്ടം വന്നു അത് നടപ്പിലാക്കാൻ, അപ്പോഴും പ്രതിഷേധം കനത്തു. ഇതിലെല്ലാം നാം കാണേണ്ടത് കോൺഗ്രസ് ഇതേവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. എന്താണ് അങ്ങനെ വരുന്നത്? ഈ പൗരത്വ നിയമ ഭേദഗതി ലളിതവൽക്കരിച്ച് കാണേണ്ട കാര്യമാണോ? മുസ്ലിമിന് പൗരത്വം നിഷേധിക്കുക, അതിനു വേണ്ടിയൊരു നിയമം കൊണ്ടുവരിക, അതാണ് BJP യോട് നടപ്പാക്കിയത്. പക്ഷേ ബാധിക്കുന്നത് ഇന്ത്യൻ പൗരരല്ലേ? ആസാമിലെ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കിയപ്പോൾ അവിടെ പൗരത്വം നഷ്ടപ്പെട്ടത് 19 ലക്ഷത്തോളം പൗരർക്കാണ്. അത് മുഴുവൻ മുസ്ലിം അല്ല കേട്ടോ, എല്ലാവരും ഉണ്ട്, എല്ലാ മതസ്ഥരും ഉണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത, പാവപ്പെട്ടവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുക. ഇപ്പോൾ ഒരു വ്യവസ്ഥ ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കണം. കേരളം പോലെയാണ് എല്ലാ
സംസ്ഥാനങ്ങളൊന്നും കാണണ്ട. ജനന സർട്ടിഫിക്കറ്റ് കയ്യിലില്ലാത്ത കോടാനുകോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. അവരേത് സർട്ടിഫിക്കറ്റാണ് കൊടുക്കുക? നിങ്ങളെ കുടുംബത്തിൻ്റെ എല്ലാ വിവരവും കൊടുക്കണം. അച്ഛൻ്റെ പേര്, ജനനസ്ഥലം, ജനിച്ച തീയതി, മറ്റ് വിശദാംശങ്ങൾ. അച്ഛൻ്റെത് മാത്രം പോരാ, അച്ഛൻ്റെതും കൊടുക്കണം. കേരളം നല്ല വിദ്യാസമ്പന്നതയുള്ള നാടാണല്ലോ. ഇവിടെ എല്ലാവർക്കും ഈ എല്ലാ വിവരവും കൊടുക്കാൻ കഴിയുമോ? എത്രയോ ആളുകൾ ഈ പറഞ്ഞ എല്ലാ വിവരവും കൊടുക്കാൻ കഴിയാത്തവരായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ പൗരത്വത്തിൽ നിന്ന് പുറത്താവും. അങ്ങനെ പുറത്താകേണ്ടി വന്ന ഒരാൾ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ധീരസേനാനി. അദ്ദേഹത്തിൻ്റെ വീരത്വം അംഗീകരിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുരസ്കാരം കൊടുത്തു. ഇപ്പോൾ നാട്ടിൽ ചെന്നപ്പോൾ പൗരത്വമില്ല. ഇതാണ് അവസ്ഥ. അത്തരമൊരു കാര്യത്തിൽ കോൺഗ്രസ്സിന് പ്രതികരണമില്ല. കോൺഗ്രസിൻ്റെ അധ്യക്ഷനോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരു ദിവസം വൈകുന്നേരം സന്ധ്യ സമയത്താണ് ഈ ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത്. അപ്പോൾ മറുപടി, ഞാൻ രാത്രി ആലോചിക്കട്ടെ എന്നിട്ട് പറയാം. ഈ ഭേദഗതി ചട്ടം പാസ്സായ ഉടനെയല്ല ചോദ്യം, ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഇതാണ് അവസ്ഥ. രാഹുൽ ഗാന്ധി വലിയ യാത്ര നടത്തിയപ്പോൾ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് മാത്രം പറയാനൊന്നുമില്ല. അവസാന സമാപനത്തിൽ പറയുമെന്ന് വിചാരിച്ചു, അതിലുമില്ല. പിന്നെ എല്ലാവരും കാത്തു നിന്നത് ഇവിടെ വയനാട്ടിൽ വന്ന്, കേരളത്തിൽ ഇതിലൊക്കെ കോൺഗ്രസ്സുകാരും അഭിപ്രായം പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ രാഹുൽ ഗാന്ധി ആണെങ്കിലും കേരളത്തിൽ വന്നാൽ ഇതിൽ അഭിപ്രായം പറയുന്നതാണ്. അപ്പോഴും നിശബ്ദത. വയനാട്ടിൽ വന്നപ്പോൾ അദ്ദേഹം സ്വീകരിച്ച നിലയെന്താ? കോൺഗ്രസിൻ്റെ പതാക അങ്ങ് ഉപേക്ഷിച്ചു. കോൺഗ്രസ് പതാക വേണ്ടെന്ന് വെച്ചു. അദ്ദേഹത്തെ സ്വീകരിക്കാനും ആനയിക്കാനുമൊക്കെ ധാരാളം കോൺഗ്രസ്സുകാരെത്തി. ഒരു കോൺഗ്രസ് പതാക ആരും പേറിയില്ല, പാടില്ല എന്ന നിലപാടെടുത്തു. എന്തേ കാരണം? ഒരു മാധ്യമം കാരണം കണ്ടെത്തി. കഴിഞ്ഞ തവണ ലീഗിൻ്റെ പതാക ഉയർത്തിയപ്പോൾ പാകിസ്ഥാൻ്റെ പതാകയാണെന്ന് പ്രചരണം വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പതാക വേണ്ടാന്ന് വെച്ചതായിരിക്കാം എന്ന്. സംഘപരിവാറിൻ്റെ പ്രചരണത്തിന് മുന്നിൽ ഇതുപോലുള്ള ഭീരുത്വമാണോ കാണിക്കേണ്ടത്? നിങ്ങളെടുക്കുന്ന നിലപാട് ധൈര്യമായി പറയാൻ കഴിയണ്ടേ? കോൺഗ്രസിൻ്റെ പതാകയടക്കം ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്കല്ലേ കാര്യങ്ങൾ എത്തുന്നത്? അതടക്ക് പറഞ്ഞു എന്ന് മാത്രം. ഈ പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ എന്താണ് കോൺഗ്രസിന് ശങ്ക? ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ നിലപാടെടുത്ത് പോകണമല്ലോ. ഏകീകൃത സിവിൽ കോഡ് വന്നു. ഏകീകൃത സിവിൽ കോഡ് വന്നപ്പോൾ നമ്മുടെ കത്തോലിക്ക സഭയുടെ മുഖ്യ പ്രസിദ്ധീകരണം സത്യദീപം ഒരു മുഖലേഖനം കൊടുത്തു. അവർ പറഞ്ഞു, ഏകീകൃത സിവിൽ കോഡ് മുസ്ലിമിനെയാണ് ബാധിക്കുക എന്നാണ് പൊതുവേ കാണുന്നത്. അത് ശരിയല്ല. ഈ രാജ്യത്ത് വിവിധങ്ങളായ സംസ്കാരം, ജീവിത രീതി, വ്യക്തി നിയമം എല്ലാമുണ്ട്. അത് ഓരോ വിഭാഗത്തിനും വ്യത്യസ്തമായതാണ്. എല്ലാവരെയും ഇത് ബാധിക്കും, മുസ്ലിമിനെ മാത്രമല്ല. തീർത്തും സ്വാഗതാർഹമായ നിലപാടാണ്. ഇതാണ് വസ്തുത.
ആ കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ്സിന് പാർലമെൻറ്റിൽ കഴിഞ്ഞോ? നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ ബാധിക്കുന്ന രീതിയിലുള്ള ഒട്ടേറെ സംഭവങ്ങൾ പാർലമെൻറ്റിൽ ഉയർന്നു വന്നു. അവിടെ കൃത്യമായി നിലപാടുകൾ സ്വീകരിക്കണ്ടേ? നമ്മുടെ നാട്, നമ്മുടെ രാജ്യം ആഗ്രഹിക്കുന്നതാണല്ലോ. രാജ്യത്തുള്ള പ്രശ്നങ്ങൾ വിവിധങ്ങളായിട്ടുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ പാർലമെൻറ്റ് അംഗങ്ങൾ നീതി ചെയ്തോ എന്നത് വിലയിരുത്തേണ്ട ഘട്ടമാണിത്. കഴിഞ്ഞ 5 വർഷക്കാലം, ഈ 5 വർഷം കേരളത്തിൽ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള പ്രവർത്തനമാണോ ഇവിടുന്ന് ജയിച്ചു പോയ പാർലമെൻറ്റ് അംഗങ്ങൾ നടത്തിയത്? നമ്മുടെ ലോക്സഭാംഗങ്ങളെ എടുത്താൽ മൊത്തം 20 അംഗങ്ങളാണ്. ഇപ്പോഴത്തെ അവസ്ഥ 2 പേരാണ് LDFനോടൊപ്പം, മറ്റ് 18 പേരും UDF ആണ്. കോൺഗ്രസ്സാണ് വലിയ നമ്പർ. കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ചില പ്രത്യേക കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു, ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ നടത്തിയൊരു പ്രചരണം ജനങ്ങളെ കുറച്ച് സ്വാധീനിച്ചു. ആ പ്രചരണം ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാനിടയില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടിയാണ് ഗവൺമെൻറ് രൂപീകരിക്കാൻ ക്ഷണിക്കുക. രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നു. രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. ഇവിടെ കോൺഗ്രസ്സിന് സീറ്റ് കുറഞ്ഞു പോയാൽ രാഹുൽ ഗാന്ധിയെ ഗവൺമെൻറ് രൂപീകരിക്കാൻ ക്ഷണിക്കില്ല. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സീറ്റ് കുറയാൻ പാടില്ല. ഇതാണ് കോൺഗ്രസ്സുകാർ ആ തെരഞ്ഞെടുപ്പിൽ നടത്തിയ പ്രചരണം. നമ്മുടെ ശുദ്ധാത്മാക്കളായ ആളുകൾ ഒരു ഭാഗം അതിൽ വീണു. അവർക്ക് LDFനോട് പ്രത്യേക വിരോധമൊന്നുമില്ല. പക്ഷേ LDF ആയാലും ഇവരായാലും രണ്ടു കൂട്ടരും BJPക്കെതിരാണല്ലോ. അപ്പോൾ ഗവൺമെൻറ് രൂപീകരിക്കാൻ അംഗബലം കോൺഗ്രസ്സിന് കുറയാൻ പാടില്ല. ഈ ചിന്തയോടെയാണ് വോട്ട് ചെയ്തത്. ഇരിക്കട്ടെ, അത് കഴിഞ്ഞ് 5 വർഷമായി. ഈ 5 വർഷക്കാലം വിവിധ ഘട്ടങ്ങളിൽ തങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് പാർലമെൻറ്റിലെത്തിയവർ സ്വീകരിക്കുന്ന സമീപനം കണ്ട് വേദനിച്ച് എത്രയോ ആളുകളില്ലേ? ഇത്തരമൊരവസ്ഥക്ക് താനും തങ്ങളും കാരണക്കാരാണല്ലോ എന്ന് ചിന്തിച്ച് വേദനപ്പെട്ടവർ നമ്മുടെ കേരളത്തിൽ നിരവധിയാണ്. അപ്പം അത്തരം കാര്യങ്ങൾ സമഗ്രമായി വിലയിരുത്തേണ്ട ഒരു സമയമാണിത്. ഇവിടെ നാം കാണേണ്ട ഒരു വസ്തുത, നമ്മുടെ പ്രത്യേക ജനവിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരുപാട് നീക്കങ്ങൾ പാർലമെൻറ്റിനകത്തുണ്ടായിട്ടുണ്ട്.
NIA ഭേദഗതി ബിൽ കൊണ്ടുവന്നു. വലിയ തോതിൽ എതിർക്കേണ്ട ഒരു നിയമമാണത്. പക്ഷേ കോൺഗ്രസ് പേരിന് എതിർത്തു എന്ന് വരുത്തി, പിന്നെ കണ്ടില്ല. അവിടെ 6 MP-മാരാണ് അതിനെതിരെ വോട്ട് ചെയ്തത്. അതിലൊന്ന് നമ്മുടെ തൊട്ട മണ്ഡലമായ ആലപ്പുഴയിൽ നിന്ന് ജയിച്ചു പോയ ആരിഫായിരുന്നു. കോൺഗ്രസിന് എവിടെയും കണ്ടില്ല. EAPA വലിയ കരിനിയമമാണ്. ആ കരിനിയമത്തെ കൂടുതൽ കരിനിയമമാക്കാനുള്ള ഭേദഗതിയുമായിട്ട് വന്നു. കോൺഗ്രസ് അതിനോടൊപ്പമാണ് നിന്നത്. BJP ഗവൺമെൻറ്റിനോടൊപ്പമാണ് നിന്നത്. അതാരെയാണ് ലക്ഷ്യമിടുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അതിപ്രധാനമായ കാര്യങ്ങൾ തങ്ങളുടെ ഇംഗിതമനുസരിച്ച് മാറ്റിമറിക്കുന്നു. സംസ്ഥാന പദവി ഒരു സംസ്ഥാനത്തെ സംസ്ഥാനമല്ലാതാക്കുന്നു. ജമ്മുകാശ്മീരിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടല്ലോ. ജമ്മുകാശ്മീരിൽ ആ സംസ്ഥാനത്തെ സംസ്ഥാനമല്ലാതാക്കിയത് സാധാരണഗതിയിൽ സ്വീകരിക്കേണ്ട ഒരു നടപടിക്രമവും പാലിക്കാതെയാണ്. ഒരു ദിവസം ആഭ്യന്തരമന്ത്രി പാർലമെൻറ്റിൽ എഴുന്നേറ്റ് നിൽക്കുന്നു, ഒരു കടലാസ് എടുത്ത് വായിക്കുന്നു. അതോടെ നിയമസഭയുടെ സംസ്ഥാനമെന്ന പദവി ഇല്ലാതാകുന്നു. ഇതൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണോ? ഭരണഘടനയുടെ 370-ാം വകുപ്പ് അതോടൊപ്പം തന്നെ ഇല്ലാതാക്കുന്നു. കോൺഗ്രസിന് എതിർക്കാൻ കഴിഞ്ഞോ? എന്തേ കോൺഗ്രസിന് എതിർക്കാൻ വിഷമം? രഹസ്യമായി കോൺഗ്രസ്സിലെ പലരും BJPയെ അഭിനന്ദിച്ചു എന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ സംഘപരിവാർ മനസ്സോടെയാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ പലരും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെയൊന്നും എതിർക്കാൻ പറ്റാത്തത്. ഇത് നാം കാണേണ്ട കാര്യമാണ്. ഇതുപോലെ അനേകം സംഭവങ്ങൾ, ദേശീയ തലത്തിലുണ്ടായ സംഭവങ്ങൾ, ഭക്ഷണത്തിൻ്റെ പേരിൽ ആളെ കൊല്ലുന്ന രീതി, ഒരുപാട് പ്രദേശങ്ങളിൽ വർഗീയ കലാപങ്ങൾ, വിവിധ വിഭാഗങ്ങൾക്ക് നേരെ വംശഹത്യയുടെ രീതി സ്വീകരിക്കൽ. പാർലമെൻറ്റിൽ കേരളത്തിൻ്റെ ശബ്ദം എല്ലാ കാലത്തും ഉയരാറുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം വേണ്ട രീതിയിൽ ഉയർന്നോ? എന്തേ കാരണം? 20-ൽ 18 പേർ നിശബ്ദരായി. സ്വാഭാവികമായി നമ്മുടെ ശബ്ദം നേർത്തതായിപ്പോയി. ഇത് നാം കാണേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുക പാർലമെൻറ്റിലാണ്. അപ്പോൾ നമ്മെ പ്രതിനിധീകരിച്ച് അവിടെ പോകുന്ന പാർലമെൻറ്റ് അംഗത്തിന് നിലപാട് വേണം, ആശയ വ്യക്തത വേണം. ഈ കാര്യം ഉറപ്പുവരുത്തുന്നതാകണം ഈ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ ഇവരെല്ലാം ജയിച്ചു പോയത് ഇവിടുന്നാണല്ലോ. ഇവിടുത്തെ ജനങ്ങളെയാണല്ലോ പ്രതിനിധീകരിക്കുന്നത്. ഈ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഈ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ജനങ്ങളുടെ ആഗ്രഹമനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കാൻ പറ്റിയോ?
നമ്മുടെ കേരളം കഴിഞ്ഞ കാലം നേരിടേണ്ടി വന്ന അനേകം പ്രതിസന്ധികൾ, നൂറ്റാണ്ടിലെ മഹാപ്രളയം, അതിൻ്റെ തുടർച്ചയായി വന്ന കാലവർഷക്കെടുതി, പിന്നെ ലോകം മുഴുവൻ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരി, എല്ലാം നമ്മെ കടുത്ത രീതിയിലാണല്ലോ ബാധിച്ചത്. നമുക്ക് ഈ രാജ്യത്തിൻ്റെ ഭാഗമായ ഒരു നാടെന്ന നിലക്ക് സഹായം വേണ്ടതല്ലേ? സഹായം ലഭിച്ചോ? അതൊരു ഔദാര്യമോ ദയോ അല്ല. ഈ രാജ്യത്തിൻ്റെ ഭാഗമായ നമുക്ക് അർഹതപ്പെട്ടതാണത്. നൽകേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. പക്ഷേ നൽകാൻ തയ്യാറായില്ല. പൂർണ്ണ നിഷേധ നിലപാട് സ്വീകരിച്ചു. എല്ലാ കാര്യത്തിലും, അവർ തരുന്ന കാര്യത്തിൽ മാത്രമല്ല, മറ്റ് സഹായങ്ങൾ ആരെങ്കിലും തരാൻ തയ്യാറായെങ്കിൽ അതിനെയും തടയുന്ന നിലയുണ്ടായി. എന്താ നമ്മൾ കണ്ടത്? നമ്മുടെ നാടിനെയാണല്ലോ പ്രയാസത്തിലാക്കുന്നത്. ആ ഘട്ടത്തിൽ ഇത് ശരിയല്ല എന്ന് പറയാൻ കോൺഗ്രസ്സിന് കഴിയണ്ടേ? കഴിഞ്ഞില്ലല്ലോ. കോൺഗ്രസ് അപ്പോൾ സംസ്ഥാന സർക്കാരിനെയാണ് കുറ്റപ്പെടുത്താൻ നോക്കിയത്. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം നിന്ന് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന കോൺഗ്രസിനെയാണ് കണ്ടത്. എന്താണ് ഇങ്ങനെ? നമ്മുടെ നാടല്ലേ തകരുന്നത്? ആ കാര്യത്തിൽ തീർത്തും നിഷേധാത്മകമായ നിലപാടല്ലേ സ്വീകരിച്ചത്? ഒരു അനുഭവം പറഞ്ഞാൽ, നമ്മുടെ പാർലമെൻറ്റ് ചേരുന്നതിന് മുൻപ് എംപിമാരുടെ യോഗം സംസ്ഥാന ഗവൺമെൻറ് വിളിച്ചു ചേർക്കും. ഒരു തവണ വിളിച്ച യോഗത്തിൽ കേന്ദ്രം നമ്മോട് കാണിക്കുന്ന നിഷേധാത്മക നിലപാട്, അതിൻ്റെ എല്ലാ കണക്കുകളും അവതരിപ്പിച്ചു. എന്നിട്ട് എല്ലാ എംപിമാരോടുമായി ആവശ്യപ്പെട്ടു, നിങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് കേന്ദ്ര ധനമന്ത്രിയെ കാണണം, ഈ ആവശ്യം ഉന്നയിക്കണം, കേരളത്തെ ഈ രീതിയിൽ പീഡിപ്പിക്കാൻ പാടില്ല എന്നാവശ്യപ്പെടുന്നു. എല്ലാവരും ഏറ്റു. ഞങ്ങൾ ഒന്നിച്ച് പോകും, കാണും, നിവേദനം കൊടുക്കും എന്നെല്ലാം അവർ പറഞ്ഞു. പക്ഷെ സംഭവിച്ചെന്താ? നിവേദനത്തിൽ ഒപ്പിടാൻ പോലും തയ്യാറായില്ല. എന്താണ് അവർക്ക് വിഷമം? നമ്മുടെ കേരളത്തിന് അർഹതപ്പെട്ടത് നിഷേധിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കണ്ടേ? കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളല്ലേ? അവരെന്തിന് BJP ഗവൺമെൻറ് സ്വീകരിക്കുന്ന തെറ്റായ നയത്തിൻ്റെ കുഴലൂത്തുകാരായി മാറുന്നു? ഇതൊരു തവണ വീണ്ടും ഒരു യോഗം ചേരുകയാണ്. കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും പാർലമെൻറ്റ് ചേരുമ്പോൾ ആ യോഗത്തിന് മുൻപാകെയും ഈ പ്രശ്നം അവതരിപ്പിച്ചു. വീണ്ടും അവർ ഉറപ്പ് ആവർത്തിച്ചു, ഞങ്ങൾ ധനമന്ത്രിയെ കാണും, കൂട്ടായി കാണും, നിവേദനം കൊടുക്കും. തയ്യാറാക്കിയ നിവേദനവുമായി ഒപ്പിടാൻ ചെന്നു. അപ്പോൾ അവരെ ന്യായം എന്താണെന്നറിയോ? കേരള ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ച് ആദ്യം പറയണം. എങ്ങനെയുണ്ട്? കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് അർഹതപ്പെട്ടത് നിഷേധിക്കുക. ആ നിഷേധിക്കുന്നതിനെതിരെ ധനമന്ത്രിയെ കണ്ട് നമ്മൾ നിവേദനം കൊടുക്കുമ്പോൾ അതിലാദ്യ വാചകം കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഇത്തരം കാര്യങ്ങളിലെല്ലാം കാണിക്കുന്ന കെടുകാര്യസ്ഥയാണ് ഇതിനെല്ലാം ഇടയാക്കിയിട്ടുള്ളത് എന്ന് പറയണം. അതാര ന്യായ?
BJP ഗവൺമെൻറ്റിനെയായോ? കേന്ദ്ര ധനമന്ത്രി പലവട്ടം ആവർത്തിച്ച വസ്തുതാവിരുദ്ധമായ പ്രസ്താവന, അതാണ് ഇവർക്ക് വേണ്ടത്. ഇവിടെ മറ്റു വഴികളെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ പലവട്ടം കണ്ടു, നിവേദനം കൊടുത്തു, ഫലമില്ല എന്ന് കണ്ടപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയുടെ മുൻപാകെ കേരളത്തിനുണ്ടായ നഷ്ടം കൃത്യമായി അവതരിപ്പിച്ചു. എത്രയാണ് നഷ്ടം? നമുക്ക് ലഭിക്കേണ്ടത് ലഭിക്കാതിരുന്നത് 1,07,500 കോടിയിൽ പരം രൂപ ഈ കേരളത്തിന് ലഭിക്കേണ്ടത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ലഭിച്ചില്ല. ആ കണക്കാണ് സുപ്രീം കോടതി മുൻപാകെ അവതരിപ്പിച്ചത്. സുപ്രീം കോടതി ഗൗരവമായി അത് കണ്ടു. നിങ്ങൾ രണ്ട് ഗവൺമെൻറ്റുകളാണല്ലോ, നിങ്ങളൊന്ന് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞു. ചർച്ച ചെയ്തപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് മുട്ടാപ്പോക്ക് നിലപാട് തന്നെ. അപ്പോഴാണ് സുപ്രീം കോടതി ഇടപെട്ടത്. ഇപ്പോൾ കൊടുക്കേണ്ട 13,000 കോടിയിലധികം രൂപയുണ്ട്, അതിന് അനുമതി കൊടുക്കണം, വായ്പ എടുക്കാൻ അനുമതി കൊടുക്കണം എന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. അത് പ്രത്യേക സഹായമല്ല, നമുക്ക് അർഹതപ്പെട്ടതാണ്, അത് തടഞ്ഞു വെച്ചതാണ്. അത് കിട്ടുന്നതിന് പോലും സുപ്രീം കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു. ഇപ്പോൾ കേരളം ഉന്നയിച്ച കാര്യങ്ങൾ അതീവ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഗൗരവമായ ഭരണഘടനാ പ്രശ്നങ്ങളുണ്ട്. ഇതേവരെ സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടില്ലാത്ത ഭരണഘടനാ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് 5 അംഗ ഭരണഘടനാ ബെഞ്ച് കേൾക്കേണ്ട ഗൗരവമായ കേസാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. നാം പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുണ്ട് എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു. അതാണ് ആ നിലപാട്. കോൺഗ്രസിന് ഇതേവരെ ബോധ്യപ്പെട്ടോ? ഈ വിധിക്ക് ശേഷം ബോധ്യപ്പെട്ടോ? ഇവിടെയുള്ള ഏതെങ്കിലും കോൺഗ്രസിൻ്റെ പാർലമെൻറ്റ് അംഗം ഇതിനെതിരെ കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചോ? എല്ലാ ഘട്ടത്തിലും കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുകയല്ലേ ചെയ്തത്. ഇതാണോ സ്വീകരിക്കേണ്ട നില? നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കഴിയേണ്ടതല്ലേ? അതിന് പറ്റുന്നില്ലല്ലോ. ഇപ്പോൾ നമ്മുടെ രാജ്യത്തുണ്ടായ അപകടകരമായ നീക്കങ്ങൾ, ജനാധിപത്യം പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾ. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അഭിപ്രായമനുസരിച്ച് കാര്യങ്ങൾ ഇവിടെ നടക്കണമല്ലോ. അതിന് പകരം പണാധിപത്യം വന്നാലോ? ആ പണാധിപത്യം കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടല്ലേ ഇലക്ട്രൽ ബോണ്ട് വന്നത്? ഇലക്ട്രൽ ബോണ്ട് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നപ്പോൾ അതിലൂടെ കൊടുക്കുന്ന പണം കൊടുക്കുന്നയാളും വെളിപ്പെടുത്തണ്ട, കിട്ടുന്നവരും വെളിപ്പെടുത്തണ്ട. നല്ല കുശാൽ. BJPക്കാണ് കൂടുതൽ പണം കിട്ടുന്നത്. പക്ഷേ നമുക്കും കിട്ടണം പണം എന്ന നിലപാടല്ലേ കോൺഗ്രസ് എടുത്തത്? ഇതല്ലേ നമ്മൾ കാണേണ്ടത്? BJPക്ക് 8,251 കോടി രൂപ കിട്ടി. അത്ര പണം കോൺഗ്രസ്സിനില്ല. കോൺഗ്രസ്സിന് കിട്ടിയത് 1,952 കോടി. ചെറുതാണോ അത് സംഖ്യ? എന്തേ ഇതിനെ തള്ളിപ്പറയാൻ പറ്റാതിരുന്നത്? തള്ളിപ്പറഞ്ഞല്ലോ. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തള്ളിപ്പറഞ്ഞു.
ഞങ്ങൾ ഈ പണം സ്വീകരിക്കില്ല. ഇത് കൃത്യമായ അഴിമതിയാണ്. രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന പണം ജനസമക്ഷം അവതരിപ്പിക്കേണ്ട കണക്കാണ്. അത് മറച്ചുവെക്കുന്നത് അഴിമതിയാണ്. ഞങ്ങളൊരു ചില്ലിക്കാശും സ്വീകരിക്കില്ല എന്ന് 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പറഞ്ഞു. അവിടെ നിർത്തിയില്ല. CPM ജനറൽ സെക്രട്ടറി സുപ്രീം കോടതിയിലേക്ക് പോയി. ഇതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതി വിശദമായി പരിശോധിച്ചു. അവസാനം ഈ ഉന്നയിച്ച കാര്യങ്ങൾ അംഗീകരിച്ചു. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കൽപ്പിച്ചു. മാത്രമല്ല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് കസ്റ്റോഡിയൻ. എല്ലാ കണക്കും വെളിപ്പെടുത്തണം എന്നും പറഞ്ഞു. കണക്ക് വെളിപ്പെടുത്താതിരിക്കാനാകാവുന്നതെല്ലാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് അതിന് സമ്മർദ്ദം ചെലുത്തി. പക്ഷേ സുപ്രീം കോടതി ഉറച്ചു നിന്നു. നേരത്തെ ഹർജി കൊടുത്തതുപോലെ തന്നെ കോടതി അലക്ഷ്യ ഹർജിയും സുപ്രീം കോടതിയിൽ CPIM നൽകി. ശക്തമായ ഇടപെടൽ കോടതിയുടെ ഭാഗത്തുണ്ടായി. അങ്ങനെയാണ് കണക്ക് പുറത്തു വന്നത്. കണക്ക് പുറത്തു വന്നപ്പോൾ കണ്ട ഒരു കാര്യം, പല കള്ളക്കളികളാണ് നടന്നിട്ടുള്ളത്. രാജ്യത്തെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഭീമൻ DLF, അവർക്കെതിരെ 2018 ഒരു കേസുണ്ടായി. ആ കേസ് ഹരിയാനയിലായിരുന്നു. അവരുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടിൽ അഴിമതിയും വഞ്ചനയും ഉണ്ടായി എന്നായിരുന്നു കണക്ക്, ആരോപണം. പക്ഷേ 2023 ആയപ്പോൾ അന്വേഷണ ഏജൻസികൾ നിലപാട് മാറ്റി. നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്ന് പറഞ്ഞു. എന്തേ അങ്ങനെ പറയാനിടയാക്കിയത്? ഒരു ഭാഗം DLF 2019 മുതൽ 22 വരെയുള്ള കാലയളവിൽ ഇലക്ട്രൽ ബോണ്ട് ഇനത്തിൽ കൊടുത്തത് 170 കോടി രൂപയാണ്. DLF എന്ന റിയൽ എസ്റ്റേറ്റ് ഭീമനെയാണ് ഇവിടെ പരാമർശിച്ചെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് വേറൊരാളുണ്ട്. കോൺഗ്രസിന് അറിയില്ലേ അത്? ഞങ്ങളതൊന്നും പറഞ്ഞു നടക്കുന്നില്ല കേട്ടോ, അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണമല്ലോ, പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് ഇതുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു. ഈ കേസിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്ന് കേന്ദ്ര ഏജൻസി ഉത്തരവ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഗുണഫലം കോൺഗ്രസിനും വലിയ തോതിൽ കിട്ടുകയാണ്. ഈ പറഞ്ഞ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് ഇതിൽ നിന്ന് കുറ്റവിമുക്തനാകുകയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നതാണ് നാം കാണേണ്ടത്. ഇപ്പോൾ സാന്റിയാഗോ മാർട്ടിൻ, അദ്ദേഹത്തിൻ്റെ കമ്പനി 1368 കോടി രൂപയാണ് ഇവിടെ ബോണ്ടായി നൽകിയത്. അതിൽ 50 കോടി രൂപ കോൺഗ്രസിനാണ്. ആ 50 കോടി കോൺഗ്രസ് വാങ്ങി വെച്ചിരിക്കുകയാണ്. കർണാടകയിലാണ് കൊടുത്തത്, കർണാടകയിലെ ഗവൺമെൻറ് വരുമ്പോൾ. അപ്പോൾ പണം ഏത് പണമായാലും സ്വീകരിക്കുന്നതിന് വിഷമമില്ല. ഇതിൻ്റെ മേലെ കസർത്ത് കാണിക്കുന്ന
കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ കണ്ടില്ലേ? അദ്ദേഹം നാടിനോട് പറയുന്നതായിട്ട് കേട്ടു, ഞാനൊരു ഘട്ടത്തിലും വ്യക്തിപരമായി സാന്റിയാഗോ മാർട്ടിനെ വിമർശിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തിന് മുന്നിലുള്ളതാണല്ലോ. ഇപ്പോൾ മറ്റേ ന്യായത്തിൽ നമുക്കും കിട്ടണം പണം എന്ന ആ ന്യായമില്ലേ, ആ ന്യായത്തിൽ ഇങ്ങനെയൊരു ന്യായീകരണം കൂടി നടത്താൻ നിർബന്ധമാവുകയാണ് എന്നല്ലേ വസ്തുത. ആന്ധ്രാപ്രദേശിൽ ഒരു BJP പാർലമെൻ്റ് അംഗം, രാജ്യസഭാ അംഗമാണ്. അദ്ദേഹം ചിന്നകുണ്ട മുനിസ്വാമി രമേശ്, വലിയ വ്യവസായിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനിയാണ് ഋത്തിക് പ്രോജക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. അവർ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനോട് വലിയ പ്രേമം, നന്നാവട്ടെ പാർട്ടി, കോൺഗ്രസ് നന്നാവണം എന്നവർക്കൊരാഗ്രഹം. അങ്ങനെ ഇലക്ട്രൽ ബോണ്ട് അവർക്ക് എത്രയാണ് കോൺഗ്രസ് വാങ്ങിവെച്ചത്? 30 കോടി. BJPയുടെ MP നേതൃത്വം കൊടുക്കുന്ന കമ്പനി കോൺഗ്രസ്സിന് 30 കോടി. ഒരു പാർട്ടി നന്നാണെന്ന് വിചാരിച്ച് കൊടുത്തതല്ലേ എന്ന് നമുക്ക് വിചാരിക്കാമല്ലേ? പക്ഷേ അതിൻ്റെ ചരട് നോക്കിയാൽ മറ്റൊരിടത്ത് കാണും. ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് ഗവൺമെൻറ്. ഇതിനു ശേഷമാണ് അവിടെ ഒരു വൈദ്യുത നിലയം ഈ കമ്പനിക്ക് സമ്മാനിക്കുന്നത്. പോരെ? എവിടെയാണ് BJPയുമായുള്ള വ്യത്യാസം കോൺഗ്രസ്സിന്? ഈ നിലക്കല്ലേ കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത്? ഇപ്പോൾ രാജ്യമാകെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണല്ലോ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും നടപടികളും. അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇത്തരത്തിലൊരു കേസ് വരാൻ സംഭാവന ചെയ്തതിൽ കോൺഗ്രസിന് പങ്കില്ലേ? ആ ഗവൺമെൻറ് അംഗീകരിച്ച മദ്യനയം, അതിൽ അഴിമതി ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ്സാണ് വലിയ തോതിൽ രംഗത്ത് വന്നത്. അവർ കൊടുത്ത പരാതി അനുസരിച്ചാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ കേസാണ് EDക്ക് അവിടെ വരാൻ സൗകര്യമുണ്ടാക്കിയത്. അവരെ ED വന്നതിന് ശേഷം ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതികരണം വന്നു. എന്തായിരുന്നു പ്രതികരണം? എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? കെജ്രിവാളല്ലേ ഇതിൻ്റെ എല്ലാം സൂത്രധാരകൻ. എന്താണ് അദ്ദേഹത്തെ ഒഴിവാക്കുന്നത്? ചോദിച്ച് ഡൽഹി കോൺഗ്രസ്. ഇതെല്ലാം മറക്കാൻ കഴിയുന്നതാണോ? എന്താണ് നിങ്ങൾ സ്വീകരിച്ച നിലപാട് ഇത്തരം കാര്യങ്ങളിൽ? രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ CBI ഉണ്ട്, ED ഉണ്ട്, കേന്ദ്ര കുറ്റാന്വേഷണ വിഭാഗമുണ്ട്, ഇപ്പോൾ ഇൻകം ടാക്സ് ഉണ്ട്, അങ്ങനെ പലതുണ്ട്. ഇവരെല്ലാം BJP ഇതര രാഷ്ട്രീയ പാർട്ടികളെ ഉന്നമിട്ട് വട്ടമിട്ട് പറക്കുകയാണ്. അതിൽ കോൺഗ്രസും വരുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കളെയും അവരുന്നമിടുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കളുടെ കാര്യം വരുമ്പോൾ അതിൽ കോൺഗ്രസ് എതിർക്കാൻ തയ്യാറാവും. മറ്റു കാര്യങ്ങളോ? കോൺഗ്രസ് ഇതര രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ കോൺഗ്രസ് BJPയോടൊപ്പമാണ്, കേന്ദ്ര അന്വേഷണ ഏജൻസികളോടൊപ്പമാണ്. ഇതാണ് നാം കാണേണ്ടത്. ഈ നിലയാണ് അവർ സ്വീകരിച്ചു പോയിട്ടുള്ളത്. നമ്മുടെ ആ നിലപാടിൻ്റെ ഏറ്റവും കടുത്ത സാക്ഷ്യം കെജ്രിവാളിൻ്റെ തന്നെയാണ്. ഏതായാലും കോൺഗ്രസ് ഈ കഴിഞ്ഞ 31-ാം തീയതി ഡൽഹിയിൽ നടന്ന പ്രതിഷേധ മഹാറാലിയിൽ കോൺഗ്രസ് നേതൃനിരയാകുകയുണ്ടായി. നല്ലത്, സ്വാഗതാർഹമായ കാര്യം. പക്ഷെ ഒരു വാചകം പറയായിരുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെയൊരു തെറ്റ് പറ്റിയിരുന്നു എന്ന്
പറയാനുള്ള രാഷ്ട്രീയ ആർജവം കാണിക്കണമായിരുന്നു. ഇതിനു ശേഷം നിലപാടിൽ മാറ്റമുണ്ടോ? കേരളത്തിലെ കോൺഗ്രസ് നേതാവ്, പ്രതിപക്ഷ നേതാവ് ഇതിനു ശേഷമാണ് തോമസ് ഐസക്കിനെതിരെ പ്രസ്താവന ഇറക്കിയത്. എന്താ? ED തോമസ് ഐസക്കിനെതിരെ നോട്ടീസ് അയച്ചിരിക്കുന്നു. എന്താ കാര്യം? നമ്മുടെ സംസ്ഥാനത്ത് കിഫ്ബി നടത്തിയ പ്രവർത്തനം നാടിനു വേണ്ടിയുള്ളതല്ലേ? നാടിൻ്റെ വികസനത്തിൽ എത്ര വലിയ പങ്കാണ് കിഫ്ബി വഹിച്ചിട്ടുള്ളത്? നമ്മുടെ സ്കൂളുകൾ, വിദ്യാലയങ്ങൾ, നമ്മുടെ ആശുപത്രികൾ, നമ്മുടെ റോഡുകൾ, പാലങ്ങൾ, വിവിധ പദ്ധതികൾ, ഇതിനെല്ലാമുള്ള സഹായം, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, അതിനുള്ള സഹായം, നമ്മുടെ നാഷണൽ ഹൈവേയുടെ സ്ഥലമേറ്റെടുക്കുന്നതിന് 5600 കോടിയിൽ പരം രൂപ നാഷണൽ ഹൈവേക്ക് കേരളം കൊടുത്തു. ആ സഹായം എല്ലാം കിഫ്ബിയല്ലേ ചെയ്തത്? നമ്മുടെ ബജറ്റിനെ മാത്രം ആശ്രയിച്ച് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയുമായിരുന്നോ? 2016 LDF ഗവൺമെൻറ് ഈ കേരളത്തിൽ 50,000 കോടി രൂപയുടെ പശ്ചാത്തല വികസന പദ്ധതികളാണ് കിഫ്ബി മുഖേന ഏറ്റെടുക്കുക എന്ന് പ്രഖ്യാപിച്ചു. ആ കാലം കഴിഞ്ഞപ്പോഴോ 2021 ആയപ്പോൾ 50 അല്ല 62,000 കോടി രൂപയുടെ പദ്ധതിയാണ് ഏറ്റെടുക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ അത് 80-ലാണ് നിൽക്കുന്നത്, 80,000 കോടിയിൽ. ഈ നാടിന് വലിയ മാറ്റം സൃഷ്ടിക്കാനാണ് ഇതെല്ലാം ഉപകരിച്ചത്. ഇതല്ലേ വസ്തുത? അതിലൊന്നായിരുന്നു മസാല ബോണ്ട്. മസാല ബോണ്ട് ലണ്ടനിൽ വെച്ച് കിഫ്ബി സ്വീകരിച്ചു എന്ന് പറയുന്നത് നമ്മുടെ നാടിന് ലഭിച്ചൊരു അഭിമാനമല്ലേ? അത്രമാത്രം ധനകാര്യ സുതാര്യത ഇവിടെ നടക്കുന്നുവെന്നതല്ലേ അത് വെളിപ്പെടുത്തിയത്? മസാല ബോണ്ട് വേണമെന്ന് പറഞ്ഞ് നേരെ ചെന്ന് അവരുടെ നിന്ന് ഫണ്ടും വാങ്ങി പോരുകയാണോ ചെയ്ത്? ഇതിനെല്ലാം പരിശോധന നടത്തേണ്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അവരെല്ലാ പരിശോധനയും നടത്തി, ആവശ്യമായ എല്ലാ ക്ലിയറൻസും നൽകി. അങ്ങനെയാണ് മസാല ബോണ്ട് വാങ്ങുന്നത്. ആ മസാല ബോണ്ട് വാങ്ങി ആ പണം എന്തിനെല്ലാം ഉപയോഗിച്ചു എന്ന സ്റ്റേറ്റ്മെൻറ്റും RBIക്ക് നൽകി. ബോണ്ടിൻ്റെ കാലാവധി കഴിഞ്ഞു, ഒരു പൈ ബാക്കിയില്ലാതെ മുഴുവൻ തിരിച്ചടച്ചു കഴിഞ്ഞു. എന്തിനാണ് അന്നത്തെ ധനമന്ത്രി എന്ന നിലക്ക് തോമസ് ഐസക്കിനെതിരെ ED നീങ്ങുന്നത്? അതെല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമല്ലേ? ED എല്ലാവരുടെയും സ്വീകരിക്കുന്ന സമീപനം സ്വീകരിക്കുന്നതല്ലേ? എന്നാൽ EDയുടെ നിലപാടിനെ ആക്ഷേപിക്കാനാണോ? ഞങ്ങളിത് പണ്ടേ പറഞ്ഞതാണ്, നിങ്ങൾ വൈകിപ്പോയി എന്നാണ് EDയോട് കേരളത്തിലെ കോൺഗ്രസും പ്രതിപക്ഷ നേതാവും പറയുന്നത്. ഇതല്ലേ വസ്തുത? വല്ല മാറ്റമുണ്ടോ? ഇതിനെല്ലാം എതിർക്കാൻ പാർലമെൻറ്റിൽ നമ്മുടെ MP-മാർ തയ്യാറുണ്ടോ? ഇതാണ് നാം വിലയിരുത്തേണ്ട കാര്യം. നമുക്ക് നിലപാടിലുള്ള തെളിമയും ആശയത്തിലുള്ള വ്യക്തതയുമാണ് ആവശ്യം. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടതിലധികം ഉണ്ട് എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ആർക്കും ആ കാര്യത്തിൽ സംശയമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ എല്ലാ രീതിയിലും ഈ പറഞ്ഞ എല്ലാ ആശയ വ്യക്തതയും നിലപാടിൽ തെളിമയുമുള്ള സ്ഥാനാർത്ഥിയാണെന്ന് എല്ലാവർക്കും അറിയാം.
ഇവിടെയുള്ള വോട്ടർമാരുടെ ആഗ്രഹാഭിലാഷങ്ങൾ ശരിയായ രീതിയിൽ അവർക്ക് പാർലമെൻറ്റിൽ പ്രതിഫലിപ്പിക്കാൻ പറ്റും. അത്തരമൊരു ജനപ്രതിനിധിയാണ് നമുക്ക് ആവശ്യം. കഴിഞ്ഞകാല അനുഭവത്തെ വിലയിരുത്തി സഖാവ് KJ ഷൈൻ ടീച്ചറെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ പാർലമെൻറ്റിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.